a equal to 1 by 2 minus root 3, the value of a cube minus 2a square minus 7a plus 5b. എങ്ങനെയാണ് ചെയ്യാം? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഇഫ് എ ഈക്വൽ ടു 1 by 2 മൈനസ് റൂട്ട് 3 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? എ ഈക്വൽ ടു 1 by 2 മൈനസ് റൂട്ട് 3 എന്നുള്ളതിനെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്താൽ നമുക്ക് ഒരേപോലെ കിട്ടും അല്ലേ. 2 പ്ലസ് റൂട്ട് 3. അപ്പൊ ഇത് ഏത് ഫോമായി? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമായി. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള ഫോം. അപ്പോൾ എന്താണ് 2 സ്ക്വയർ എന്താണ് വരിക? 4 മൈനസ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 4 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 1 ആയിപ്പോയി അല്ലേ. മുകളിൽ എന്ത് വരും? 2 പ്ലസ് റൂട്ട് 3 എന്ന് വരും. അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് 2 പ്ലസ് റൂട്ട് 3 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണ് കിട്ടേണ്ടത്? എ ക്യൂബ് മൈനസ് 2a സ്ക്വയർ. ഇതിൽ രണ്ടിലും എ സ്ക്വയർ കോമൺ ആണ്. അപ്പൊ നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പൊ എന്താണ്? എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് 2a. എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് 2a വരുള്ളൂ അല്ലെ. 2a വരില്ല, 2 വരും. പിന്നെ എന്താണ്? മൈനസ് 7a പ്ലസ് 5. വേഗം ചെയ്യാനാണ് ഞാൻ ഈ വഴി പറയുന്നത്. എ സ്ക്വയർ ഇൻറ്റു എ മൈനസ് 2. എ സ്ക്വയറിനെ എങ്ങനെ പറയാം? 2 പ്ലസ് റൂട്ട് 3 ഹോൾ സ്ക്വയർ ഇൻറ്റു 2 പ്ലസ് റൂട്ട് 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ ഇത് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. അപ്പൊ റൂട്ട് 3 മാത്രമാവും. ഇനി മൈനസ് 7a എന്ന് പറഞ്ഞാലോ 7 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 3 പ്ലസ് 5 അല്ലേ. അപ്പൊ ഇതിനെ എന്ത് എഴുതാം? 2 സ്ക്വയർ 4 പ്ലസ് 4 റൂട്ട് 3 പ്ലസ് 3 ഇൻറ്റു റൂട്ട് 3 അല്ലേ. മൈനസ് 14 പ്ലസ് പ്ലസ് ഓഫ് മൈനസ് 7 റൂട്ട് 3 അല്ലേ. അപ്പൊ മൈനസ് 7 റൂട്ട് 3 പിന്നെ പ്ലസ് 5. അപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യാം? 4 പ്ലസ് 3 7 ആണ്. 7 റൂട്ട് 3 വരും പ്ലസ് 4 റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എത്രയാണ്? 4 ഇൻറ്റു 3 12 മൈനസ് 14 മൈനസ് 7 റൂട്ട് 3 പ്ലസ് 5. ഈ 7 റൂട്ട് 3യും ഈ 7 റൂട്ട് 3യും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ 12 പ്ലസ് 5 എത്രയാണ്? 17. 17 മൈനസ് 14 എന്ന് പറയുന്നത് എത്രയാണ്? 3. അപ്പോൾ ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. താങ്ക് യു.